This is lettuce, no? So what is the ingredients mixed with the lettuce? This one, sir? This one. Yeah, this one is you will eat together with the pork. Pork. Lettuce is used like this one, no problem? No problem. This one. This Better, one. yes. Okay, that's why I asked. But it's good also with the meat. Hold Cara. See the pork belly. ഞാനിപ്പോ നല്ല തിന്നെ നമ്മൾ പ്രോപ്പറായിട്ട് കുക്ക് ചെയ്യില്ല, അത് ഹാഫ് കുക്ക് ചെയ്യണം. ഇല്ല, ഇത് ഓൾറെഡി അവർ ഹാഫായിട്ട് കുക്ക് ചെയ്ത് തന്ന സാധനം, അത് നമ്മൾ ബാക്കി കുക്ക് ചെയ്യും. ബാക്കി മൊത്തം റോയാ കംപ്ലീറ്റ്ലി. ഇത് ഭക്ഷണമല്ലേ? ഭക്ഷണം അത് കുക്ക് ചെയ്യാനുള്ള കുക്ക് ചെയ്യാനാണോ? നല്ല ടേസ്റ്റ്. കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിനകത്ത് ഗ്രില്ല് ചെയ്താന്നല്ല. ചിക്കനാണ് തോന്നുന്നല്ലേ? പോർക്കിൻ്റെ ലെഗ് ഫ്രൈ. പക്ഷെ നമ്മളവിടെ നാട്ടിൽ കഴിക്കുന്നതിൻ്റെ ഒരു ഡിഫറൻറ്റ് ഫീൽ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഈ സ്പൈസി ബാക്കിയുള്ള മസാല അങ്ങനെയുള്ള ഒരു ഐറ്റമാണ് അല്ലേ? ഇത് എന്നാലും അത് വേറെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. കുറച്ച് കഴിച്ച് കഴിയുമ്പോൾ പക്ഷെ ഇത് നമുക്ക് ഈ ഒരു സാധനം നാട്ടിൽ കിട്ടുമ്പോൾ നമുക്ക് ഇതുപോലെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ മെഷീൻ മേടിച്ചോണ്ട് പോയാൽ മെഷീൻ അല്ല, അതായത് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഡിഫറൻസ് ആണ്. കാരണം ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള നല്ല ഗുഡ് ക്വാളിറ്റി അതിൽ നിന്ന് കിട്ടും. മറ്റേത് പ്രിപ്പയർ ചെയ്യുമ്പോൾ മറ്റേ മസാലയൊക്കെ ഇട്ട് ഒരു പരുവാക്കി എടുക്കുന്നു. വേറൊരു കാര്യമുണ്ട്, ഇങ്ങനെ കൊടുക്കുന്ന സാധനം നല്ല ക്വാളിറ്റിയുള്ള സാധനം അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തിരിച്ചറിയാം. അത് ഇത് മാത്രമല്ല, മീറ്റ് മാത്രമല്ല, സീ ഫുഡൊക്കെ ആണെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള സാധനം കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെറിയൊരു സ്മെല്ല കാര്യമാണ്. പക്ഷെ നാട്ടിൽ വേറെ പറയാം, നാട്ടിൽ ഈ ഇറച്ചി കഴിക്കാത്ത മീൻസ് പോർക്ക് ഇറച്ചി കഴിക്കാത്ത പല ആൾക്കാരും ഇവിടെ വന്ന് അല്ലേ, ദുബായി വന്നിട്ട് ഈ ഫുഡ് കഴിച്ച പല ആൾക്കാരും വളരെ ടേസ്റ്റിയാണെന്ന് പറഞ്ഞത് എൻ്റെ 1-2 ഫ്രണ്ട്സുകളുണ്ട്. അപ്പോൾ ഹൗ ടു പ്രിപ്പയർ എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ രസം. അതെങ്ങനെ പ്രിപ്പയർ ചെയ്തെടുക്കുന്നു, എങ്ങനെ അതിൻ്റെ ടേസ്റ്റ് നമ്മളെ നാട്ടിലേക്ക് വരുന്ന ആ രുചിയിലേക്ക് എങ്ങനെ കൊണ്ടുവരുന്നു, ഇതൊക്കെയാണ് നമുക്ക് ഏറ്റവും സാറല്ല. അപ്പോൾ അതൊക്കെയാണ് ഇതിനകത്ത് ഏറ്റവും മെയിനായിട്ടുള്ളത്. പക്ഷെ എന്തായാലും നാടൻ സ്റ്റൈലിലുള്ളതിനേക്കാളും നിന്ന് വ്യത്യസ്തം ഒരു രീതിയും ഒരു ടേസ്റ്റും കുറച്ച് നല്ല ഫുഡ്, ഒരു പിഗിൻ്റെ ഒരു ഡിഫറെൻറ്റ് സ്റ്റൈൽ ഓഫ് പ്രിപ്പറേഷനാണ് അല്ലേ? ഇവിടെ ഈ സ്റ്റൈൽ എല്ലായിടത്തും ഉള്ളതാണ്. പക്ഷെ ഇതിനകത്തൊരു ചേഞ്ചസ് ഫീൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ടേസ്റ്റും അല്ലേ, ടേസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതെന്താ ചിക്കൻ്റെ അല്ല പിന്നെ പന്നിയുടെ തുടയാണോ? പന്നിയുടെ കാല. ഓ, തുടഭാഗമാണോ? ഇതുണ്ടോ, ഇത് കണ്ടാൽ ഒരു എന്താ പറയുക, ഒരു മട്ടൺ അല്ലേ, ഒരു മട്ടൻ്റെ ലെഗ് പോലെയും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാം. ചിക്കനല്ല, ഒരു മട്ടൺ ലെഗ് പോലെയൊക്കെ ഫീൽ ചെയ്യാനുള്ള സാധനം ഭയങ്കര ടേസ്റ്റിയാണ്. കാരണം ഇത് സാധാരണ നമ്മുടെ നാട്ടിൽ ഈ മട്ടൻ്റെ ഇതൊക്കെ കിട്ടി കഴിയുമ്പോൾ നന്നായിട്ട് വേവിച്ചിട്ട് നമ്മളൊരു മൂലൊക്കെ തട്ടിയിട്ട് അല്ലേ സ്പീസ് എടുക്കുന്നത്. അതേപോലെ ഇത് കുറച്ച് തട്ടാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഇതിനെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. തട്ടിയാൽ നമുക്ക് ഇതിനകത്തുനിന്ന് ഒരുപാട് സംഭവങ്ങൾ
അതിവിടെ വരുമ്പോൾ ഇങ്ങനെ അലവ് ചെയ്യുന്നുള്ളത് ഇവിടെ കുഴപ്പമില്ല. അങ്ങനെയുള്ളൊരു ഇതുണ്ട്. പക്ഷെ ഭയങ്കര ടേസ്റ്റിയാണ്. ഇതാണ് പറഞ്ഞത്, ഞാൻ പറഞ്ഞത് നമ്മുടെ കാലിൻ്റെ അപ്പോൾ എന്തായാലും ഞങ്ങൾ അടുത്ത ട്രിപ്പിലേക്ക് തിരിയാണ്. കുറച്ച് കഴിഞ്ഞ് ഇടയ്ക്ക് ഒരു ചെറിയ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. അതുവരെ ബൈ ബൈ. ബൈ ബൈ ബൈ. പോകരുത്, ഇനിയുണ്ട് ആ വരുന്നത് പറയാം. $69 dirham only on weekend, and normal days I think is weekend. No, 69 dirham for normal day. 129 dirham for weekend. For weekend they have another. There is a buffet also. It's another buffet. Sushi, sesame, I don't know, fried, grill, so many items. Salad, some main courses, fried rice, this, that, anything. He came in a couple of times before. നല്ല മനോഹരമായ ഫുഡ് അല്ലേ? ഭയങ്കര ടേസ്റ്റിയാണ്. അതിനകത്ത് സ്പൈസി എന്ന് പറയുന്നത് സ്പൈസി ഇല്ല, പക്ഷെ അതിനകത്ത് അത്ര വലിയ സ്പൈസി ഇല്ല. സ്പൈസി സ്പെഷ്യൽ നമുക്ക് ഇഷ്ടമുള്ള ആഡ് ചെയ്യാം. ആഡ് ചെയ്യുന്ന ആ ഒരു സംഭവമുണ്ട്. അതൊരു പ്രത്യേക ടേസ്റ്റുള്ള സാധനമാണ്. നമ്മൾ വിചാരിക്കുന്ന ഡ്രിങ്ക് ആണെന്ന് വിചാരിച്ചിട്ടുള്ള ഡ്രിങ്ക് ഒരു അപ്പിറ്റൈസർ എന്ന് പറയുന്നത്. അതായത് ഡ്രിങ്ക് എന്ന് പറയാൻ പറ്റില്ല. ഇറ്റ്സ് അപ്പിറ്റൈസർ ടു കഴിക്കുന്ന സാധനം മമ്മിയായതുകൊണ്ട് അതാ പറഞ്ഞത്. അതായത് നമ്മൾ പിഗ്ഗാണ് കഴിക്കുന്നുണ്ട് അപ്ലിക്കേഷൻ പോലെ. അപ്പോൾ എന്തായാലും വളരെ മനോഹരമായ ഒരു ഫുഡാണ് ഇത്. നമ്മുടെ നാട്ടിൽ ഇതേപോലെ ഒരു സംഭവം ഉണ്ടാക്കിയെടുത്താൽ എന്താണ് എന്ന് പറയുന്നത് സാമ്പിൾ അതിനെപ്പറ്റി ഒന്ന് ആലോചിച്ചതാ. പക്ഷേ ഇതുവരെ കംപ്ലീറ്റ് അല്ല, അത് നമുക്ക് കംപ്ലീറ്റ് ആക്കാം. കാരണം അതുപോലെ പ്ലേസ്മെന്റ് നമുക്ക് കിട്ടില്ല. എറണാകുളമായാലും ട്രിവാൻഡ്രം ആയാലും തൃശ്ശൂരായാലും കോഴിക്കോടായാലും മലപ്പുറം ആയാലും അതൊരു പ്ലേസ്മെന്റ് നമുക്ക് കിട്ടുകയാണെങ്കിൽ റിയൽ ഡു ഇറ്റ്. അത് വർക്കൗട്ട് ചെയ്യാം തീർച്ചയായും. കാരണം ഇത് ജനങ്ങൾ കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ട് വരികയും അവരുടെ ഒരു അക്സെപ്റ്റൻസ് നമുക്ക് കിട്ടുകയും ചെയ്യും. ഭീമൻസ് ഗ്രിൽ കമ്മിങ് ജൂൺ. ഇവിടെ വരുമ്പോൾ ദുബായിൽ വരുമ്പോൾ ഇത് ഏഷ്യാന ഹോട്ടൽ. ഏഷ്യാന ഹോട്ടൽ നല്ല മനോഹരമായ ബാർബിക്യൂവിന്റെ സ്റ്റായിലുള്ള ഫുഡ് കഴിക്കുക. ഭയങ്കര ടേസ്റ്റിയാണ്. നിങ്ങൾ വന്നു നോക്ക്, വരുമ്പോൾ നിങ്ങൾ കഴിച്ചു നോക്ക്, അപ്പോൾ അറിയാം.